നമസ്കാരം. അച്ഛൻ്റേത് മരണമല്ല സമാധി എന്ന് മറുപടി ആവർത്തിച്ച് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ സനന്ദൻ. ഹൈക്കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു സനന്ദൻ. സമാധാനപരമായിട്ട് പോകുന്ന ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതിൻ്റെ ഉത്തരം കൂടി എനിക്കറിയണം. മറ്റുള്ളവർ എന്തിനാണ് ഭഗവാൻ ശിവശങ്കരൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത്? അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത്? ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസിയാകാൻ ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളതെന്നും സനന്ദൻ പറയുന്നു. കോടതിയെ നിയമങ്ങളെയും എല്ലാം ഞാൻ മാനിക്കുന്നുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. മാധ്യമങ്ങളോട് ഞാനും സഹോദരനും അമ്മയും സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മീഡിയ ഫുള്ളായിട്ട് ലൈവായിട്ട് വിട്ടിട്ടില്ല, എഡിറ്റ് ചെയ്ത് കാണിച്ചു. ഇതിനിടയിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന റിപ്പോർട്ടർമാരുടെ ചോദ്യത്തിനും സനന്ദൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. നാടിൻ്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ ബാധ്യസ്ഥമല്ലേ? എൻ്റെ അച്ഛൻ്റെ മരണമല്ല ഇത്, എൻ്റെ അച്ഛൻ്റെ സമാധിയാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ച് സമാധി ആയതാണ്. എൻ്റെ അച്ഛൻ മരിച്ചതല്ല, എൻ്റെ അച്ഛൻ സമാധിയായതാണ്. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണ വീട്ടിലുള്ള ഒരാൾ സമാധിയായെന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് 30 വർഷത്തോളം കഴിഞ്ഞു. പറയുന്നത് മനസ്സിലാക്കണമെന്ന് സനന്ദൻ പറയുന്നു. സമാധിയാവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല, അക്കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. നിങ്ങൾ പറയുന്നു കാണാനില്ല എന്ന് പറയുന്ന ആൾ സമാധിയായെന്ന്. അപ്പോൾ അദ്ദേഹം ഉണ്ടോ, എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? പോലീസുമായി സഹകരിക്കണ്ടേ എന്നാണ് കോടതി ചോദിച്ചത്. ഇതിപ്പോൾ ആളെ കാണാനില്ലെന്ന് പറഞ്ഞു. ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ഗോപൻ സ്വാമി. തന്നല്ലോ, പരാതി നൽകിയതാരാ? ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നതെന്നും സനന്ദൻ പറയുന്നു. മതമല്ല, ആള് മിസ്സിംഗ് ആണെന്നാണ് കേസ്. സമാധിയോ മരണപ്പെട്ടതോ ആകട്ടെ, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നതാണ് കോടതിയുടെ ചോദ്യമെന്ന് റിപ്പോർട്ടർമാർ പറയുമ്പോൾ, ആള് മിസ്സിംഗ് ആണെങ്കിൽ എന്തെല്ലാം ടൂളുണ്ട്, സ്കാനറുണ്ട്, തീർച്ചയായും കണ്ടെത്താൻ പറ്റും. കോടതി വിധി പൂർണ്ണമായി അംഗീകരിക്കാൻ സാധ്യമല്ല, പോലീസ് അന്വേഷിക്കട്ടെ. ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛൻ്റെ വാക്കുകൾ മക്കൾ അനുസരിച്ച് നടപ്പാക്കിയെന്നും മകൻ സനന്ദൻ പറയുന്നു. ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയുമായി ബന്ധപ്പെട്ട് കല്ലറ തുറന്ന് പരിശോധന നടത്താമെന്നാണ് ഹൈക്കോടതി വിധിച്ചത്. സമാധിപീഠം പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട ഗോപൻ സ്വാമിയുടെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സുപ്രധാന നിലപാട് സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ ഭാഗം കേൾക്കാമെന്നും ഇല്ലെങ്കിൽ അതൊരു അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. ഒരാളെ കാണാതായാൽ അന്വേഷണം നടത്തണം. അന്വേഷണത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. സമാധി പീഠം പൊളിച്ച് പരിശോധന നടത്തുന്നതിൽ ജില്ലാ കളക്ടർക്ക് നോട്ടീസ് നൽകാനും ഹൈക്കോടതി തീരുമാനമെടുത്തു. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമെന്നും കോടതി പറഞ്ഞു. നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടു പോകാനോ ആവില്ല. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാരിന് നോട്ടീസ് നൽകി. ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജി പരിഗണിക്കുന്ന അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. എന്തിനാണ് പേടിയെന്ന് ഹർജിക്കാരോട് കോടതി ചോദിച്ചു. നിലവിൽ അന്വേഷണത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയായിരുന്നു. ജസ്റ്റിസ് CS ഡൈസാണ് കേസ് പരിഗണിച്ചത്. ഗോപൻ സ്വാമി മരിച്ചെന്ന് പറയുന്നു, എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നായിരുന്നു കോടതി ചോദിച്ചത്. എങ്ങനെ മരിച്ചെന്നും കുടുംബം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നിലവിൽ സംശയാസ്പദമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി.